പിന്നെ അത് പിന്നെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ തോന്നലും ആവും. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫാദർ എന്താ ഉദ്ദേശിക്കുന്നത്? ജൂഡിൻ്റെ കുടുംബം പള്ളിയും സഭയും നല്ല സഹകരണമൊക്കെ ആണെങ്കിലും എന്തൊക്കെയോ ചില പുകമറകൾ ആ കുടുംബത്തെ ചുറ്റിപ്പറ്റി കേൾക്കുന്നുണ്ട്. അന്ന് ഈ ഡബിൾ വർഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എവിടേക്കോ വായിച്ചിട്ടുണ്ട്. ഈ സാത്താനിക്. അതെ, കാര്യസാധ്യത്തിനായി രഹസ്യമായി നീചശക്തികളെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ബെഞ്ചമിൻ ഫാമിലിയെക്കുറിച്ച് രഹസ്യമായി അങ്ങനെ ചില സംസാരങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ജൂഡിനെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനത് ഇതുവരെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഈ അടുത്ത്, കൃത്യമായിട്ട് പറഞ്ഞ 2 ആഴ്ച മുമ്പ്, ജൂഡിൻ്റെ ബ്രദർ ഡെന്നിസിൻ്റെ കൂടെ ഞാനൊരാളെ കണ്ടു. മിസ്റ്റർ ഗബ്രിയൽ. സാത്താൻ്റെ സേവകരിൽ വളരെ പ്രധാനിയായിട്ടുള്ള ഒരു പുരോഹിതനാണ് അയാൾ. അയാൾ ആയിരപ്പാറയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നി. ഈ വിവരമൊന്നും അറിയിക്കാനായി 2 ആഴ്ചയായി ഞാൻ ജൂഡുമായി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഫാദർ, അന്നെ ഭയപ്പെടാതിരിക്കൂ. താനിപ്പോൾ ആ വീട്ടിൽ പോയി അന്വേഷിച്ചാലും അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ സത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. തൽക്കാലം നമുക്ക് ജൂഡ് എവിടെ എത്തിയിട്ടുണ്ടോയെന്ന് അറിയണം. പക്ഷെ അതൊരിക്കലും ആ വീട്ടിൽ കയറി അന്വേഷിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുക? സ്റ്റേഷനിലൊന്ന് പറഞ്ഞാലോ? ആവാം, പക്ഷേ നമ്മുടെ ഊഹങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട. ഒരുപക്ഷെ അവരോട് വന്നിട്ടില്ലെങ്കിലോ? അതിപ്പോ ഞാൻ എങ്ങനെയാ? അന്ന കഴിയുമെങ്കിൽ ആ വീട്ടിലൊന്ന് കയറണം. പക്ഷേ അതൊരിക്കലും ജെസ്സിയുടെ ചേച്ചി അന്നയായിട്ടാവരുത്. പിന്നെ ജൂഡിന്റെ പപ്പ മിസ്റ്റർ ബെഞ്ചമിൻ കുറച്ചു നാളായിട്ട് വയ്യാതിരിക്കുകയാണ്. അവിടേക്കൊരു ഹോം നേഴ്സിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് ഇവിടെ കപ്പ്യാർ പറയുന്നത് കേട്ടു. ആ വഴിക്കൊന്ന് അവിടെ കയറി പറ്റാനായാൽ. പുതിയ പേരും വിലാസവുമായി ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു തിരിച്ചു കയറാനാവാത്ത ഗുഹയിലേക്കുള്ള യാത്രയാണതെന്ന്. ആരാ? ഞാൻ ഹോം നേഴ്സ്. ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരൂ. അപ്പച്ചൻ കുറച്ചാളായിട്ട് വീൽ ചെയറിൽ തന്നെയാണ്. വരൂ. അപ്പച്ചനെ നോക്കാൻ വന്ന ഹോം നേഴ്സാണ്. ആ, എന്താ പേര്? അന്ന. എവിടാ സ്ഥലമൊക്കെ? കോട്ടയത്താ. ഓ, അതിപ്പോ ഒരുപാട് ദൂരാണല്ലോ. പോയി വരാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഇവിടെ നിന്നോളാ. അതെ, അതായിരിക്കും നല്ലത്. അന്ന ബാഗ് ആ മുറിയിൽ വെച്ചോളൂ. ശരി. ആ വീട്ടിൽ ഓരോരുത്തരെയും ഞാൻ നിരീക്ഷിച്ചു തുടങ്ങി. ജൂഡും ജെസ്സിയും വന്നതിൻ്റെ ഒരു തെളിവും ആദ്യത്തെ 2 ദിവസം കൊണ്ട് കണ്ടെത്താനായില്ലെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന നിശബ്ദത ആ വീടിനുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന ചില അടയാളങ്ങളും ഞാൻ അവിടെ കണ്ടു. അന്ന അല്ലേ? ആ. അന്ന ഇതിനു മുന്നേ ആയിരപ്പാറയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. എവിടെയോ കണ്ട പോലെ തോന്നിയതാവും. തോന്നിയതാ.
അവിടെ? ഇത് കൊള്ളാലോ. ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? പഴയ വീടല്ലേ, നോക്കിയാ എത്തില്ല. കുറച്ചായി അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട്. ഇങ്ങ് പോര്. ഇതാരാ അറ്റത്തിരിക്കുന്ന ആള്? അത് ജൂഡ്, ഇവിടത്തെ ഇളയാളാ. കൊൽക്കത്തയിൽ പഠിക്കുക. എന്തായി, കഴിച്ചോ? കുറച്ച്. ജെസ്സി എവിടെ? നീയൊക്കെ കൂടി അവൾ എന്താ ചെയ്ത്? പറ, അവളെവിടെ?
ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാവരുതേ എന്ന് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചതെന്തോ അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇതെന്തു പറ്റി ഈ നേരത്ത്? വാ നമുക്കൊരു ചായ കുടിക്കാൻ പോവാം. ഇപ്പോഴോ? അയ്യോ എനിക്ക് വയ്യ. എനിക്ക് ചായ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കി തരാം. ഒരു കാര്യണ്ട്, വാ പ്ലീസ്. ഷെടാ എനിക്ക് വയ്യ. സത്യയോടെ എനിക്ക് പുറത്തു പോവാൻ മൂടില്ല. എന്താണ് ഭയങ്കര ഹാപ്പിയാണല്ലോ, എന്താ കാര്യം? വീട്ടിൽ നിന്ന് അച്ചായൻ വിളിച്ചിരുന്നു, നമ്മുടെ കാര്യത്തിന് ഓക്കെ പറഞ്ഞു. ശരിക്കും? ആ അന്ന് പറഞ്ഞപ്പോ അതൊന്നും നടക്കില്ലെന്നല്ലേ പറഞ്ഞ? ഇപ്പൊ എന്തു പറ്റി? ആ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവർ സമ്മതിച്ചില്ലായിരുന്നു നീ എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ ഈ റിലേഷൻ വേണ്ടാന്ന് വെക്കോ? അങ്ങനെയല്ല, എന്നാലും എല്ലാവരുടെയും ഇഷ്ടത്തിന് നടക്കുമ്പോ അതല്ലേ ഒരു സന്തോഷം. എന്ത്? നമ്മുടെ കല്യാണം. കല്യാണോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞ് നിന്റെ വീട്ടുകാര് വീണ്ടും പറ്റില്ല എന്ന് പറയും. അപ്പൊ നീ വീണ്ടും ടെൻഷനാവും. കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരട്ടെ. എന്നാ നീ ആലോചി. ഫീലായോ? എന്തിന്? ബാ നമുക്ക് ചായ കുടിക്കാൻ പോവാം. നിനക്ക് മൂടില്ലല്ലോ. എനിക്കിപ്പോ ഭയങ്കര മൂടായി. ഡാ മണ്ട, നിന്റെ വീട്ടുകാർ ഓക്കെ പറഞ്ഞ് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? സത്യം പറഞ്ഞാൽ ഞാനും ഭയങ്കര ടെൻഷനിലായിരുന്നു. ഹലോ. ഡെന്നിസാണ്. ആ പറ ചായ. ഡാ പപ്പയ്ക്ക് 2 ദിവസമായിട്ട് വലിയ സുഖമല്ല. നീ എന്നാ വരുന്നത്? പപ്പയ്ക്ക് എന്ത് പറ്റി? ഹോസ്പിറ്റലാ? ഏയ് പേടിക്കാനൊന്നുമില്ല, നിന്നെ ഒന്ന് കാണണം. ഓ, എന്നത്തേക്ക് വരാനാവും? ഞാന് നെക്സ്റ്റ് സൺഡേ വരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. വേണമെങ്കിൽ നാളെ തന്നെ വരാ ചെയ്യാം. ആ ഓക്കെ. വരുമ്പോ ആ കുട്ടിയെ കൂടെ കൊണ്ടുവരൂ. പപ്പയ്ക്ക് അവളെ ഒന്ന് കാണണം. പക്ഷെ ചായ അവള് നാട്ടിലേക്ക് ഇന്നലെ പോയി. വരുമ്പോ അതുവഴി പോയി അവളെയും കൂട്ടിയിട്ട് വരൂ. ഓക്കെ ചായ, ഞാൻ വിളിച്ചോളാം. ആ പിന്നെ കൂടെ ആ കുട്ടിയുള്ളത് ആരും അറിയണ്ട. നാട്ടുകാരൊക്കെ ഇപ്പോഴേ കഥ ഉണ്ടാക്കി തുടങ്ങും. ശരി ചായ, ഓക്കെ. വാ കേറുവാ. പാപ്പ എങ്ങനെയുണ്ട്? കാറിന്റെ ശബ്ദം കേട്ടു. ഇതാണല്ലേ നിന്റെ പെണ്ണ്? അതെ. കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ.